ആറ്റരികത്തെ വൃക്ഷം. ഒരു തെളിഞ്ഞ പ്രഭാതത്തിൽ 2 ചെറിയ പക്ഷികൾ വിശാലമായ ഒരു താഴ്വരയിലൂടെ നീണ്ട യാത്രയാരംഭിച്ചു. പകൽ ചൂടേറിയപ്പോൾ പക്ഷികൾ ക്ഷീണിതരായി. തണലിനായി ഒരു മരമോ തണുപ്പിക്കാൻ വെള്ളമോ ഉണ്ടായിരുന്നില്ല. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അവരൊരു മൃദുവായ ശബ്ദം കേട്ടു. ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദം. അത് ഒരരുവിയിൽ വെള്ളമൊഴുകുന്ന ശബ്ദമായിരുന്നു. അരുവിയുടെ അരികത്തായി ഉയരമുള്ള നിറയെ പച്ച ഇലകളുള്ള ഒരു മരം നിന്നിരുന്നു. അതിൻ്റെ തണൽ തണുപ്പും ആശ്വാസവും നൽകുന്നതായിരുന്നു. മരമേ, പക്ഷികൾ ചോദിച്ചു, വെയിൽ ഇത്ര ചൂടായിരിക്കുമ്പോഴും നീ എങ്ങനെ ഇത്ര പച്ചപ്പുള്ളതായി കാണപ്പെടുന്നു? മരം നിശബ്ദമായി നിന്നു. അതിൻ്റെ പച്ച ഇലകൾ വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. പക്ഷികൾ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ മരത്തിൻ്റെ വേരുകൾ അരുവിയിലേക്കെത്തിയതായി കണ്ടു. ഇതിനാലാണ് മരം ശക്തിയായി നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. എത്ര ചൂടേറിയാലും മരം പച്ചപ്പുള്ളതും ജീവൻ നിറഞ്ഞതുമായി തുടർന്നു. തക്ക സമയത്തു ആ മരത്തിൽ മധുരമുള്ള ഫലം കായ്ച്ചു. പക്ഷികൾ അതിൻ്റെ ശാഖകൾക്കിടയിൽ സന്തോഷത്തോടെ പാടി. താമസിയാതെ കൂടുതൽ മരങ്ങളും മൃഗങ്ങളും അരുവിയുടെ അരികിലേക്ക് വന്നു. വെള്ളമൊഴുകുന്നിടത്തെല്ലാം ജീവൻ വളർന്നു. ജീവൻ പുലർത്തുന്നതും നിലനിർത്തുന്നതുമായ സ്ഥലം അവർ കണ്ടെത്തി. അരുവിയുടെ കരയിൽ നിൽക്കുന്ന വൃക്ഷത്തെ പോലെ സത്യത്തോടും നന്മയോടും അടുത്തു നിൽക്കുന്നവർ ശക്തരും ജീവൻ നിറഞ്ഞവരുമായി നിലനിൽക്കുന്നു. ബൈബിൾ പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ്. നമുക്ക് രാവും പകലും ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കാം. അരുവിയുടെ അരികിൽ നട്ടതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷത്തെ പോലെയാകാം.